ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയാലോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നല്ല സോഫ്റ്റും ആണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് ആയിട്ടും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കര എടുത്ത് അതേ സെയിം കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ശർക്കര പാനി അങ്ങ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് അരിച്ചെടുക്കാമേ. എത്ര ശർക്കര, നമ്മൾ ഏത് തരത്തിലുള്ള ശർക്കര ആയാലും ശരിയാണ്, ശർക്കര നല്ലോണം നമ്മളൊന്ന് അരിച്ചതിന് ശേഷം വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. കാരണം അതിൽ എത്രയായാലും ചെറിയ തോതിലുള്ള കല്ലും പൊടിയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്താ ശർക്കര നല്ലോണം അങ്ങ് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ റെസിപ്പി തയ്യാറാക്കി കൊടുക്കാം. വളരെ ഈസിയാണ്, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ ഞാൻ എന്താ വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും നെയ്യേ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്താ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കൊരു തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഗോതമ്പ് പൊടി ആ നെയ്യുമായിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുത്ത് ആ പൊടിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കാമേ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം പറഞ്ഞല്ലോ, ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ശർക്കരയും ഗോതമ്പും ഒക്കെ എന്തായാലും എല്ലാവരുടെ വീട്ടിലും കാണുന്ന റെസിപ്പീസ് ആണ് അല്ലേ. അപ്പൊ ഇത് എൻ്റെ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര പാനി മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കട്ടിയാകാനായിട്ട് തുടങ്ങും കേട്ടോ. അതുകൊണ്ട് കട്ടകളൊക്കെ ഉടച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം പെട്ടെന്ന് തന്നെ അതങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ അതാ ഏകദേശമൊക്കെ ഒന്ന് മിക്സായി പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇത് നല്ലോണം പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പരുവാവണം കേട്ടോ. അതുവരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏലക്കയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഇതൊന്ന് തയ്യാറാക്കി കൊടുത്താൽ അവർ സിമ്പിളായിട്ട് കഴിച്ചോളും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇവിടെ പാനിൽ നിന്നൊക്കെ നല്ലോണം വിട്ടു വരുന്ന ഒരു പരുവായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം ഇതാ ഒരുപോലെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബൗൾ മാറ്റി ഇതാ തട്ടി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. ഇത് ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെച്ച് വെറുതെ കഴിച്ചാലും മതി കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മുൻപോട്ടുള്ള റെസിപ്പീസ് എല്ലാം ഒന്ന് കയറി കണ്ട് അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.